ഹലോ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. അപ്പോൾ ഞാൻ 3 കളേഴ്സ് യാൺസും സിസർ പിന്നെ 1.5 മില്ലിമീറ്റർ ഹുക്ക് സൈസും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നീഡിലുമാണ് യൂസ് ചെയ്യുന്നത്. ഹൈഡ് ചെയ്യാനും ഇത് ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പം ഇത്രയും ഐറ്റംസ് എടുത്തിട്ടാണ് ഞാനിപ്പം ബന്ധന ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് ഗ്രാനി സ്ക്വയർ, അതായത് ഫ്ലോറൽ ടൈപ്പ് ഗ്രാനി സ്ക്വയറിൻ്റെ ഫുൾ പോർഷനും ഹാഫ് പോർഷനും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യലെന്നുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഫുൾ പോർഷൻ ഗ്രാനി സ്ക്വയർ എങ്ങനെ ചെയ്യലെന്ന് നോക്കാം. ഞാനിപ്പം മാജിക് റിങ് ഇട്ട് കൊടുക്കാം. മാജിക് റിങ്, ചെയിൻ 1, 8 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 and 8 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇവിടുന്ന് നല്ലോണം പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക. കണ്ടോ, പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വലിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ യാൺസ് ഇങ്ങനെ പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വലിച്ചു കിട്ടും കേട്ടോ. കിട്ടാത്തവരോടാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ചെയിനിൽ പോയിട്ട്, അതായത് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ പോയിട്ട് ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. സ്ലിപ്പ് സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഞാൻ എന്നിട്ട് ഈ യാണ് ഇവിടുന്ന് കട്ട് ചെയ്യാനാണ് പോകുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചെയിൻ 1 ഇട്ടതിന് ശേഷം മാത്രം യാൺസ് കട്ട് ചെയ്യുക. ചെയിൻ 1 ഇട്ടു, യാണ് ഇവിടുന്ന് കട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് കളർ വെച്ചിട്ടാണ് അടുത്ത റോ ചെയ്യുന്നത്. ഫസ്റ്റ് റോ നമ്മളത് കംപ്ലീറ്റ് ആയി. ഞാൻ ഈ പിങ്ക് കളറാണ് എടുക്കുന്നത്. അതിന് നമ്മൾ ആദ്യം നോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും നെക്സ്റ്റ് കളർ ആഡ് ചെയ്യുന്ന ടൈമിന് ഇതേപോലെ നോട്ട് ഇട്ട് കൊടുക്കുക. നോട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എവിടെ നിന്നാണോ കട്ട് ചെയ്തത് ആ ഭാഗത്തേക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. രണ്ടും കൂടി ജോയിൻ ചെയ്ത് പിടിക്കുക. നമുക്ക് സ്ലിപ്പ് നോട്ടിട്ട് ഞാനത് ജോയിൻ ചെയ്തു. ഇനി എനിക്ക് 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയിൻ കണ്ടോ, ആ ചെയിനിൽ പോയിട്ട് 4 ടൈംസ് ഡബിൾ ക്രോഷ്യ ക്ലസ്റ്ററാണ് നമുക്ക് ചെയ്യേണ്ടത്. ഹാഫ് ടൈംസ് ചെയ്യുക. 1 നമ്മൾ 2 ചെയിൻ ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയിൻ കണ്ടോ, ആ ചെയിനിൽ പോയിട്ട് നമ്മൾ ക്ലസ്റ്റർ ചെയ്യുക. 4 ടൈംസ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് 2, നെക്സ്റ്റ് സെയിം സ്പേസിൽ തന്നെ പോണേ. 3, നെക്സ്റ്റ് 4 ടൈംസ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഓൾ ചെയ്യുക, ടുഗദർ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് 1 2 3 ചെയിൻ ഇടുക. ഇതേപോലെ ഇപ്പം എന്താണോ ചെയ്തത് ആ സെയിം പ്രോസസ്സ് പാറ്റേൺ അടുത്തതിലും ചെയ്യുക. അടുത്ത ചെയിനിലേക്ക് ഇതേപോലെ നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 2
3, വൺ മോറും കൂടി കാണിക്കാം. 3, നെക്സ്റ്റ് 4. ഇനി എന്ത് ചെയ്യുക, ഇത് ഓൾ ടുഗദർ ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ 3 ഇടുക. 1 2 3. ആദ്യം സെയിം നെക്സ്റ്റ് ചെയിനിൽ പോവുക. ഇതേപോലെ നമ്മൾ എന്താണോ ചെയ്തത് അതേപോലെ നെക്സ്റ്റ് ചെയിനിൽ 1 2 3, നെക്സ്റ്റ് 4. ഇനി എന്ത് ചെയ്യുക, ഓൾ ടുഗദർ നെക്സ്റ്റ് 1 2 3. ഇതേപോലെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് പെറ്റൽ പോലെ എത്തി. 1 2 3. ലാസ്റ്റ് 1, നെക്സ്റ്റ് 2. ആദ്യത്തെ 2 ലൂപ്പിലേക്ക് കൂടി മാത്രമേ നമ്മൾ വിളിക്കാൻ പറ്റൂ. ഇത് ഞാൻ വൺ മോറും കൂടി കാണിക്കാം. 1, നെക്സ്റ്റ് 2 കണ്ട, നെക്സ്റ്റ് 3, ലാസ്റ്റ് 4 കണ്ട. ഇനി എന്ത് ചെയ്യുക, ഈ ഫുൾ കംപ്ലീറ്റ് വലിക്കുക. ലാസ്റ്റ് സ്റ്റിച്ച് 1 2 3 ചെയ്യുക. ഇതാ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്ത സ്റ്റിച്ച് ഉണ്ട് ഇവിടെ കണ്ട, അവിടെ പോവുക. കണ്ട, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത സ്റ്റിച്ച് കാണുന്നുണ്ട് ഇവിടെ. അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ട, ഇവിടെ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മളെ സെക്കൻഡ് റോയും പാറ്റേൺ കഴിഞ്ഞ് നമുക്കിവിടെ 8 പെറ്റൽ പോലത്തെ ഫ്ലവേഴ്സാണ് കിട്ടൽ. ചെയിൻ 1 ഇടുക, ഇവിടുന്ന് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടുന്ന് യാണ് കട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കളറാണ് ആഡ് ചെയ്യേണ്ടത്. കണ്ട, ഇതേപോലെ ആണ് ഉണ്ടാവല്. നമുക്കിനി നെക്സ്റ്റ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ചെയ്ത പോലെ തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് കൊടുക്കുക. അടുത്ത കളേഴ്സിന് ആഡ് ചെയ്യുമ്പം സ്ലിപ്പ് നോട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഹോള് കണ്ട, എല്ലാ ഹോളും കാണുന്നില്ല, അവിടെയാണ് നമ്മളിനി സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ട, ഈ ഹോളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതേപോലെ ജോയിൻ ആക്കുക. ഇനി എന്ത് ചെയ്യുക, ചെയിൻ 2 ഇടുക. എന്നിട്ട് 4 DC കൊടുക്കുക. 1 2 3 and 4 ഡബിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ചെയിൻ 2, ആ സെയിം സ്പേസിൽ തന്നെ 4 ഡബിൾ ക്രോഷേ കൊടുക്കുക. 1 2 3 and 4. കണ്ട, ഇതേപോലെയാണ് പാറ്റേൺ കിട്ടുന്നത്. നെക്സ്റ്റ് ഹോളിലേക്ക് പോവാം. 5 ഡബിൾ ക്രോഷേ കൊടുക്കുക. 1 2 3 4 and 5. ഇനി നെക്സ്റ്റ് ഹോളിൽ നമ്മൾ ഈ സ്റ്റിച്ച് തന്നെ കൊടുക്കാം. നമുക്ക് സ്ക്വയർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 2 3 4. നെക്സ്റ്റ് ചെയിൻ 2 കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ
4 ഡബിൾ കൊടുക്കുക. 1 2 3 and 4. കണ്ടോ? ഇനി നമുക്ക് നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ 5 കൊടുക്കാം. 1 2 3 4 and 5. ഇതേപോലെ അടുത്ത സ്പേസിൽ എന്ത് ചെയ്യുക? 4 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, 4 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 5. ഇങ്ങനെ ഇത്ര വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാം. നമ്മളെ പാറ്റേൺ സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ചെയിൻ സ്റ്റിച്ച് പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 ഇടുക, ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ ഫുൾ ടൈപ്പ് ഗ്രാനി സ്ക്വയർ. ഇനി നമുക്ക് ഹാഫ് പോർഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് ഫുൾ ടൈപ്പ് വരുന്നത്. ഓക്കെ, ബാക്ക് വശം ഇങ്ങനെ ഉണ്ടാവല്, ഫ്രണ്ട് ഇങ്ങനെയാണ് ഉണ്ടാവല്. ഓക്കെ, നമുക്കിതിൻ്റെ ഹാഫ് പോർഷൻ എങ്ങനെയാണ് ചെയ്യല് നോക്കാം. 8 സിംഗിൾ ക്രോഷ്യ ഇട്ടതിന് പകരം മാജിക് റിങ് ഇടുക. ചെയിൻ 1, 6 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 2 3 4 5 and 6. എന്നിട്ട് എന്ത് ചെയ്യുക? സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 ഇടുക, ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ യാൺ ഇവിടുന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. സ്ലിപ്പ് സ്റ്റിച്ച് ഇടണ്ട. ഇനി ഇവിടുന്ന് ചെയിൻ 1 ഇട്ടിട്ട് യാൺ കട്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ചെയിൻ 1 ഇടുക, ഇവിടുന്ന് യാൺ കട്ട് ചെയ്യുക. ഇതാണ് നമ്മളെ ഹാഫ് പോർഷൻ്റെ ഹാഫ് മൂൺ പോലെ ഉണ്ടാവും. ഇതേപോലെ കിട്ടും. ഓക്കെ, ഫസ്റ്റ് കളർ ആഡ് ചെയ്യുമ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതാ നമ്മളിവിടുന്നല്ലേ കട്ട് ചെയ്ത്, ഇതാ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണേ. ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത പാടന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച്, എന്നിട്ട് ചെയിൻ 4, 1 2 3 4 ചെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ആൻസറിൽ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് ഇതേപോലെ കൊണ്ടുപോകാം. ഓക്കെ, ചെയിൻ 4 ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെയിൻ എക്സ്ട്രാ കൊടുക്കുക നമ്മൾ, കാരണം ഇതിൻ്റെ ഹാഫ് ഭാഗമാണ് ചെയ്യുന്നത്. അപ്പം ഈ പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എക്സ്ട്രാ ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ചെയിൻ 1 എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്പേസിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്ലവറിൽ ചെയ്തതുപോലെ തന്നെ 4 ഹാഫ് ഡബിൾ ചെയ്ത് കൊടുക്കുക. 4 ടൈംസ് ഹാഫ് പോർഷൻ മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. 1 2 3 and 4 ടൈം ചെയ്തു. ഓൾ ടുഗദർ ചെയ്യാം.
നെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 3 അടുത്ത സ്പേസിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4 ടൈംസ് ഹാഫ് ഡബിൾ ചെയ്യുക. 1, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4. എന്നിട്ട് എന്ത് ചെയ്യുക, ഓൾ ടുഗദർ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 2 മോർ കൂടി ചെയ്ത് കൊടുക്കാം. ഇത്ര വരായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഞാൻ എക്സ്ട്രാ ചെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ ചെയിനൊന്നും ചെയ്യേണ്ട. ചെയിൻ 1 മാത്രം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ട്രബിൾ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാനത് വയ്യ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇത് കാണുന്നത് കേട്ടോ. ഒരു ചെയിൻ പിന്നെയാണ് ട്രബിൾ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ എക്സ്ട്രാ 3 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് ഇതുണ്ട് കണ്ടോ. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ശരിക്കും കാണാനായിട്ടാണ് അത് ഒട്ടിപ്പിടിച്ചു കണ്ടോ. കറക്റ്റായിട്ട് നമ്മൾ 2 ഭാഗവും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് ഹാഫ് പാറ്റേൺ വരുന്നത്. ഓക്കെ, നമുക്കിനി യാൺസ് എല്ലാം കട്ട് ചെയ്യാം. എക്സ്ട്രാ വരുന്ന യാൺസ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് മറ്റേതിൻ്റെ കൂടെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം കൂടി എങ്ങനെയാണ് ചെയ്യലെന്ന് കാണിച്ചു തരാം. എടുക്കുന്നതിൽ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത ഫസ്റ്റ് പോയിട്ട് ഇതേപോലെ എക്സ്ട്രാ ഇട്ട് കൊടുത്ത് ചെയിനുണ്ട് ഇവിടെ. അവിടെ പോവുക, ബുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് 4 ചെയിൻ ചെയ്യുക. 1, 2, 3, 4 ചെയിൻ ചെയ്ത് കൊടുക്കുക. സെയിം സ്പേസിൽ 4 DC ചെയ്യുക. 1, 2, 3 and 4. ഇതിൻ്റെ ഹാഫ് ഭാഗം നമ്മൾ ചെയ്തു കണ്ടോ. പിന്നെ എന്ത് ചെയ്യുക, അടുത്ത സ്പേസിൽ 5 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1, 2, 3, 4 and 5. ഇനി നമുക്ക് സെൻട്രലായിട്ട് ഇതിൻ്റെ ഈ കോർണർ സ്പേസ് ചെയ്യണം. അതെങ്ങനെയാണ്, 4 ടൈംസ് ഡബിൾ ക്രോഷ്യ, 2, 3, 4 and chain 2. സെയിം സ്പേസിൽ 1, 2, 3 and 4 കണ്ടോ. നെക്സ്റ്റ് നമുക്ക് 5 ഡബിൾ ക്രോഷ്യ. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകട്ടെ. One, 2, 3, 4 and 5. ലാസ്റ്റ് 4 DC ചെയ്ത് കൊടുക്കും. 1, 2, 3, 4. ലാസ്റ്റ് ട്രബിൾ ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ച് പോവുക,
ട്രബിൾ ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇതാണ് നമ്മളെ പാറ്റേൺസ് വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ചെയിൻ 1 ഇടുക, ഇവിടുന്നെയാണ് കട്ട് ചെയ്യുക. കണ്ടോ, ഹാഫ് പോർഷൻ നമുക്ക് കിട്ടി. ചെയിൻ 1 ഇട്ടിട്ട് തന്നെ കട്ട് ചെയ്യാൻ മറക്കരുത്. ഇതാ ഈ ഭാഗം നമുക്ക് ബാക്കിലോട്ടേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമുക്ക് ഇതിൻ്റെ ഹാഫ് ഭാഗവും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 2 ടൈപ്പും ചെയ്യൽ. 4 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. 4 ഹാഫും കണ്ടോ, 4 ഹാഫും പിന്നെ 6 ഗ്രാനി സ്ക്വയറും ആണ് ചെയ്തിട്ടുള്ളത്, ഫുള്ളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, ഈ വെച്ചതുപോലെ. ആദ്യം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു, ഇങ്ങനെ ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരൽ. ആദ്യം നമുക്ക് ഇത് രണ്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. സെയിം ഗ്രീൻ കളർ യാൺ തന്നെയാണ് എടുക്കുന്നത്. ഇതേപോലെ നീഡിലാക്കിയിട്ടാണ് ഞാൻ സോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഇത് തമ്മിൽ സ്റ്റിച്ച് ചെയ്യാം. ലാസ്റ്റ് ഈ 1 മാത്രം ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണാം കേട്ടോ. സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. സ്റ്റിച്ചിങ്ങിൽ പോവാം. ഞാൻ ഈ കളർ യാണാണ് എടുക്കുന്നത്. കംപ്ലീറ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. വെയിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ചെയിനിൽ പോവാം. സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ വന്നിട്ടിട്ട് ഞാൻ ഈ ആളെ കട്ട് ചെയ്യണം. ഓക്കെ, ഇവിടുന്ന് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ. അടുത്തത് ഞാൻ ഇവിടെ തന്നെയാണ് നെക്സ്റ്റ് ആണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ചെയിൻ 1 ഇടാം. സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് 1 ഹാഫ് ഡബിൾ. നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റും ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് 1 ഹാഫ് ഡബിൾ. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് പാറ്റേൺ. നെക്സ്റ്റ് 1 സിംഗിൾ. നെക്സ്റ്റ് 1 ഹാഫ് ഡബിൾ. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ. നെക്സ്റ്റ് 2 ടൈംസ് ഡബിൾ ക്രോഷ്യ 1. നെക്സ്റ്റ് 2. നെക്സ്റ്റ് 1 ഹാഫ് ഡബിൾ. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടു, ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ചെയിൻ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാം. 17 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റ് വെച്ചിട്ട് ഇതിന് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ചെയിനിൽ 2 ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് പോവാം. ആയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. 1 2 3 4 ഞാനിവിടെ 70 അതായത് 17 ചെയ്തിട്ടുള്ളത്. സെയിം കൗണ്ട് ഇവിടെ ചെയ്യും. അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിനിൽ പോവാം. സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിനിൽ പോവാം. സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 ഇടാം. ഇവിടുന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതാണ് നമ്മളെ ബന്ധന. നമ്മളെ വർക്ക്സ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളെ ബന്ധന റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈസി പാറ്റേൺ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.